ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യ ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ആദ്യത്തെ ആഴ്ച പിന്നിട്ടതോടെ ആദ്യത്തെ എവിഷനും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയ എവിക്ഷൻ. രതീഷ് കുമാറാണ് ഈ സീസണിൽ ആദ്യമായി പുറത്താക്കപ്പെടുന്നത്. പ്രേക്ഷകർക്കും സഹതാരങ്ങൾക്കും ഞെട്ടലുണ്ടാക്കിയ പുറത്താകലായിരുന്നു രതീഷിൻ്റേത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യ ആഴ്ച ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ താരമാണ് രതീഷ് കുമാർ. അവതാരകനും മിമിക്രി താരവുമൊക്കെയായ രതീഷ് കുമാർ സോഷ്യൽ മീഡിയയിൽ പോലും സാന്നിധ്യമില്ലാതിരുന്ന താരമാണ്. എന്നാൽ ബിഗ് ബോസിലേക്ക് കടന്നു വന്ന അന്നു മുതൽ തന്നെ ശ്രദ്ധ നേടാൻ രതീഷിന് സാധിച്ചിരുന്നു. വഴക്കിട്ടും ഡ്രാമ ഇറക്കും തമാശയും പാട്ടുമൊക്കെയായി ആദ്യത്തെ ആഴ്ച കളം നിറഞ്ഞാടുകയായിരുന്നു രതീഷ്. താരത്തിൻ്റെ അനവസരത്തിലുള്ള ബഹളം വയ്ക്കലും മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതുമെല്ലാം കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിനിടെ ബിഗ് ബോസിൽ നിന്നും താൻ ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് നാടകീയ രംഗങ്ങൾക്കും രതീഷ് കളമൊരുക്കിയിരുന്നു. എന്നാലും രതീഷ് പുറത്താകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പൊതുവെ നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്കും ദീർഘനാൾ ബിഗ് ബോസിൽ തുടരാൻ സാധ്യതകളുണ്ട്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രതീഷ് പുറത്താകുകയായിരുന്നു. സോഷ്യൽ മീഡിയ രതീഷിൻ്റെ പുറത്താകലിനെ അത്ഭുതത്തോടെയാണ് കാണുന്നത്. മുൻ സീസണുകളെ അപേക്ഷിച്ച് ഇത്തരം ഗെയിം കളിക്കുന്നവരെ വേണ്ടെന്നാണ് പ്രേക്ഷകരുടെ തീരുമാനം എന്ന് വേണം മനസ്സിലാക്കാൻ. രതീഷിൻ്റെ പുറത്താകൽ ചർച്ചയാകുമ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ. മിന്നും താരമായിരുന്നു ജാസ്മിൻ. സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമായ ജാസ്മിൻ രതീഷിൻ്റെ പുറത്താകലിൽ ബിഗ് ബോസിനോട് നന്ദി പറയുകയാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു ജാസ്മിൻ്റെ പ്രതികരണം. താങ്ക് യു ബിഗ് ബോസ്. ഇത്തരം ആളുകൾ ശ്രദ്ധ നേടാനും പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യാനും എന്തും ചെയ്യും. അവസാനം അയാൾ തന്നെ അത് എങ്ങനെ നടപ്പിലായില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും ആളുകൾ ഇയാളെ പാവമായിട്ടായിരിക്കും കാണുക. പക്ഷേ പ്രശസ്തിക്ക് വേണ്ടി വൃത്തികെട്ട ഗെയിം കളിച്ചത് അയാൾ തന്നെ തുറന്നു സമ്മതിച്ചതാണ്. അകത്തായിരുന്നപ്പോൾ മത്സരാർത്ഥികളെക്കുറിച്ച് അയാൾ ചിന്തിച്ചതുപോലുമില്ല. പക്ഷേ പുറത്തായ നിമിഷം ആരും ഒന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ എന്നാണ് ജാസ്മിൻ പറയുന്നത്. നേരത്തെ രതീഷിൻ്റെ പുറത്താകലിനെ വിമർശിച്ച് ഫിറോസ് ഖാൻ രംഗത്തെത്തിയിരുന്നു. രതീഷിനെ പുറത്താക്കിയത് മണ്ടത്തരമാണെന്നും രതീഷിന് മുൻപ് പുറത്താകേണ്ടവർ വീടിനുള്ളിൽ ഉണ്ടെന്നുമാണ് ഫിറോസ് പറഞ്ഞത്. സുരേഷിനെതിരെ നടത്തിയ ആരോപണമാണ് രതീഷിൻ്റെ പുറത്താകലിന് കാരണമായതെങ്കിൽ സുരേഷും സമാനമായ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും റോക്കി അടക്കമുള്ളവരും പുറത്താക്കപ്പെടേണ്ട പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഫിറോസ് ചൂണ്ടിക്കാണിക്കുന്നു.